നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. അസ്സലാമു 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 അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം മുസ്സലാം മതി. നീയാണല്ലോ കോടതി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഇമോജികൾ ഉപയോഗിച്ചിരുന്നു. അതായത് നമ്മുടെ ഒരു വികാരം മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അറിയിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഇമോജികൾ സ്റ്റിക്കറുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആനിമേറ്റഡ് സ്റ്റിക്കറുകൾ വരെ എത്തിയിട്ടുണ്ട്. അതായത് ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കറുകളും ആനിമേറ്റഡ് സ്റ്റിക്കറുകളും ഒരുപക്ഷെ ഇനിയും മുകളിലേക്ക് ഒരുപാട് ഉപാധികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഓഡിയോകൾ അയക്കുക എന്നുള്ളത്. അതായത് ചെറിയ ചെറിയ ഓഡിയോ കട്ടിങ്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് കാണിച്ച പോലെ തന്നെ കുറച്ച് ഓഡിയോ കട്ടിങ്സ് കേൾപ്പിക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും. അതായത് ജസ്റ്റ് ഒരു കാണുന്നതിന് പകരം കേൾക്കാനും കൂടെ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അതായത് ഒരുപാട് തരത്തിലുള്ള ഡയലോഗുകളുള്ള നമ്മുടെ സിനിമകൾക്കകത്ത് ഡയലോഗുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോകൾക്കകത്ത് ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ, അതുപോലെ തന്നെ യൂട്യൂബിൽ കൂടെ ഫേമസ് ആവുന്ന ഡയലോഗുകൾ, അങ്ങനെ പല തരത്തിലുള്ള ഡയലോഗുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് റിൽ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഫീച്ചേഴ്സുകളുണ്ട്, പലതരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഓഡിയോ നമുക്ക് അതിൽ ലഭ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിനി കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, റിൽ മലയാളം ട്രോൾ മേക്കർ. ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർ ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും. ലോഗിൻ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ലഭിക്കും. നല്ല രസമുള്ള, കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മലയാളം സിനിമകളിലൊക്കെ അകത്തുള്ള ഒരുപാട് മെമ്മകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓഡിയോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾക്ക് നല്ല നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് ഓഡിയോകൾ ഈ ഒരു ആപ്ലിക്കേഷൻ അത് നമുക്ക് അവൈലബിൾ ആണ്. കേട്ടില്ല? അപ്പോൾ ഇതുപോലെ ഒരുപാട് എല്ലാ തരത്തിലുള്ള ഓഡിയോസും ഇതിനകത്ത് അവൈലബിൾ ആണ്. നീയാണല്ലോ കോടതി. ഓടാമയിലേ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഓഡിയോകളും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോപ്പുലർ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പോപ്പുലറിനകത്ത് ഇങ്ങനെ ഒരുപാട് ഓഡിയോസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഒത്തിരി കാലമായിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ഓഡിയോസ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് ഡയലോഗുകൾ മാത്രമല്ല, ഇങ്ങനെ പലതരത്തിലുള്ള ഡയലോഗുകൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട, നന്നായി ആലോചിച്ച് ഒരുപാട് സമയത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. കേട്ടെ, ഇങ്ങനത്തെ ഓഡിയോസ് ഒക്കെ ഒരുപാട് ഓഡിയോസ് നമ്മൾ ചാറ്റ് ചെയ്യാൻ നേരം നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരുപാട് ഓഡിയോസ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കേട്ടില്ലേ? ഓക്കെ, ഇനി ജസ്റ്റ് പോപ്പുലർ കഴിഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്തേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ഓഡിയോകൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരാളെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരാളുടെ പേരിവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുന്ന ഓഡിയോകളുണ്ട്. അങ്ങനെ കൊടുക്കാൻ നമുക്ക് ആ ഒരാളെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു ഫോളോ ടാബിൽ അത് വരുന്നതായിരിക്കും. ഈ ഒരു അപ്ലോഡ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ഓഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? ഇവിടെ ഒരു ഓഡിയോ സെലക്ട്, നമ്മുടെ ഫോണിലുള്ള ഏത് ഓഡിയോ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഒരു ഓഡിയോ ഇഷ്ടമായെങ്കിൽ ആ ഒരു ഓഡിയോ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇവിടെ സെലക്ട് ചെയ്യുക. മാക്സിമം സൈസ് 20 MB ആണ്. MP3 അല്ലെങ്കിൽ WAV ഫയൽസ് മാത്രമാണ് സപ്പോർട്ടബിൾ ആയിട്ടുള്ളത്. ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ കാറ്റഗറീസ് സെലക്ട് ചെയ്യാം.
അതുപോലെ തന്നെ ലാംഗ്വേജസ് നമുക്ക് ആദ്യം തന്നെ ലാംഗ്വേജസ് ഏതൊക്കെ വേണമെന്ന് ചോദിക്കും. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മലയാളം, തമിഴ് എന്താണെന്ന് വെച്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തൊരു കണ്ടന്റ് ക്രിയേറ്ററായി മാറാനായിട്ട് സാധിക്കും. അടുത്ത ടാബ് എന്ന് പറയുന്നത് കാറ്റഗറീസ് എന്ന് പറയുന്ന ടാബാണ്. ഈ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് പെട്ടെന്ന് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓഡിയോ കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വഴിയാണെങ്കിൽ ദേഷ്യത്തിനുള്ള ഓഡിയോ സെലക്ട് ചെയ്യാം. അങ്ങനെ ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ ഓഡിയോസ് ഉണ്ട്. വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട, എന്തിന് വെറുതെ അത്തരം പ്രയോഗങ്ങൾ. കേട്ടില്ല? അങ്ങനെ ഇതിനകത്ത് സിനിമയുടെ ഓഡിയോസ് മാത്രമല്ല, പലതരത്തിലുള്ള ഓഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും ഇഷ്ടമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡൗൺലോഡ് സെക്ഷൻ. ഇത്രയും ഓഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഓഡിയോ ഷെയർ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ്, ഡൗൺലോഡ്, ഷെയർ, വാട്സപ്പ്, റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ കൊടുക്കാൻ ഏതൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കാണെങ്കിൽ ഫോണിൽ വഴി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ വാട്സപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഓക്കെ, ഇതൊരു പ്രീമിയം കണ്ടന്റ് ഓഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രീമിയം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ഞെക്കി നമുക്ക് പ്രീമിയം എടുക്കാനായിട്ട് സാധിക്കും. പ്രീമിയം കണ്ടന്റ്, ആഡ് ഫ്രീ, അങ്ങനെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ പ്രീമിയം അല്ലാതെ ഫ്രീ ആയുള്ള ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ഈ ഒരു പ്ലസ് ബട്ടണിന് ചുറ്റും ഒരു ബ്ലാക്ക് കവർ വരുന്നത് കാണാം. നമുക്കത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് എടുക്കുക, സെലക്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ഒരു ഓഡിയോ അങ്ങോട്ട് ഷെയറായി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ഒരു ഓഡിയോ ഷെയർ ചെയ്യാനായിട്ട്. നമുക്ക് ഇതുപോലെ പ്ലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, സെറ്റ് അലാം, ഓക്കെ, അലാമായിട്ട് വെക്കാം. അതുപോലെ തന്നെ റിംഗ് ടൂൺ ആയിട്ട് വെക്കാം, നോട്ടിഫിക്കേഷൻ വെക്കാം. റിംഗ് ടൂൺ ആയിട്ടല്ല, ഈ ഒരു ഓഡിയോ സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കുമെന്നുള്ളതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഒരു ആപ്ലിക്കേഷൻ അത് കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നു പറഞ്ഞാൽ കുറച്ച് ഓഡിയോകൾ നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോസാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ഫ്രീ സംഭവങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രീ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ആഡുകൾ കാണേണ്ടി വരും. ഇതുപോലെ തന്നെ എടുക്കുന്ന സമയത്തെല്ലാം ആഡ് കാണേണ്ടി വരും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ആഡ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ അതുവരെ വരും. അപ്പോൾ ആഡ്സ് കുറച്ച് മെനക്കേടാണെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരം വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാലും ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടമായവർ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.